പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതം അത് ഉപവിയുടെ ജീവിതമാണ്, സ്നേഹത്തിൻ്റെ ജീവിതമാണ്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സും ഉണ്ടാകണം. നിങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാനില്ലാതെ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവനെ സഹായിക്കാനുള്ള കടമ നമുക്കുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. ഉള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം. അതാണ് ആദ്യമ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ചൈതന്യം. ചാരിറ്റി ഈസ് ഐഡന്റിറ്റി ഓഫ് ദ ക്രിസ്ത്യൻ ചർച്ച്. ആ ഷാലോം ഭവൻ തുടങ്ങിയത് ഒരു നല്ല മനുഷ്യൻ, അദ്ദേഹം നൽകിയ ആ വീടും ആ സ്ഥലവുമാണ് ആ പെരിഞ്ഞത്ത ഷാലോം ഭവൻ തുടങ്ങാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കുറ്റിക്കാട് ഇപ്പോൾ ഒരു സ്നേഹസദൻ ആരംഭിച്ചിട്ടുണ്ട്. അത് ജാനുവരിയിൽ പ്രവർത്തനം തുടങ്ങും. കിടപ്പ് രോഗികളായിട്ടുള്ള പ്രായമുള്ളവരെ കിടത്താനായിട്ട്, കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക്. ഇവിടെയാണ് കൊച്ചുകുട്ടികളുടെ സെൻ്ററാണ്. അഭയഭവൻ ആരംഭിച്ചത് ഇതേ ലക്ഷ്യത്തോടു കൂടിയാണ്. നമ്മുടെ പാലിയേറ്റീവ് കെയർ 1560ഓളം വീടുകളിലേക്ക് എല്ലാ മാസവും പോയി പാലിയേറ്റീവ് കെയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ജാതി മത വ്യത്യാസം കൂടാതെ. നമ്മുടെ രൂപതയ്ക്കുള്ള അയൽവക്ക പ്രദേശങ്ങളിലൊക്കെ പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ദ ലവ് ഓഫ് ഗോഡ് കമ്പൽസ് അസ്. ദൈവത്തിൻ്റെ സ്നേഹം അതിന് നമ്മെ നിർബന്ധിക്കുകയാണ്. ഇപ്പം പേരാമ്പ്ര ഒരു ഹോസ്പീസ് തുടങ്ങി. ഇങ്ങനെ വീടുകളിൽ പോകുന്ന രോഗികളിൽ ചിലപ്പോൾ ബെഡ് സോർ ഉണ്ടാവും, വീട്ടിൽ ശുശ്രൂഷിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവരെ കൊണ്ടുവന്ന് 10-20 ദിവസം ആ ഹോസ്പീസിൽ കിടത്തി, അത് കഴിഞ്ഞ് അവരെ കൊണ്ടുപോയി വീണ്ടും തിരിച്ച് അവിടെ കൊണ്ടുവന്നാക്കുകയാണ്. അപ്പോൾ അവിടെ 12 പേർക്ക് 13 പേർക്ക് കിടക്കാനേ സൗകര്യമുള്ളൂ. ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ കിടത്തി 15 പേരെയൊക്കെ കിടത്തുന്നുണ്ട്. അപ്പം അതിൻ്റെ മുകളിൽ ഉള്ള ഷീറ്റ് ഇടാൻ പോവാ. ഇത് കണ്ടിട്ട് ചാലക്കുടി ആ NH-ൻ്റെ അടുത്ത് ഒരാളിപ്പോൾ ഒരു 1.5 ഏക്കർ സ്ഥലം തന്നിട്ടുണ്ട്. അവിടെ ഇതുപോലെ ഒരു സെൻറ്റർ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ബ്ലെസ്സ ഹോം തുടങ്ങിയിട്ട് ഇപ്പോൾ 15 വർഷമാകുകയാണ്. എല്ലാ ഇടവുകളിലും തീരെ നിർധനരായിട്ടുള്ള ഏതാനും കുടുംബങ്ങളെ 1000 രൂപ വെച്ച് മാസം തോറും കൊടുത്ത് സഹായിക്കുക. 141 ഇടവുകളുണ്ട്. ആ ഇടവുകളിലെ നിർധനരായിട്ടുള്ള, തീർത്തും നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് എല്ലാ മാസവും 1000 രൂപ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ 15 വർഷമായി തുടരുന്നത്. 12 കോടി രൂപയോളം ആ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് എവിടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔദാര്യമതികളായിട്ടുള്ള വ്യക്തികൾ തരുന്ന പൈസയാണ്. അതുപോലെ തന്നെ വലിയ കുടുംബങ്ങളെ സഹായിക്കാനുള്ളൊരു പ്രോ ലൈഫ് ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അതെങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഔദാര്യമതികളായിട്ടുള്ള വ്യക്തികൾ നൽകുന്ന പിന്തുണയാണ്. ഞാനിത് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളും ഇതുപോലെ ചെയ്യണം. നമ്മുടെ രൂപതയിലെ എല്ലാ സ്ഥാപനങ്ങളും ഒരു 10% പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. മിനിമം 10%. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ 25-ാം വർഷത്തെ ജൂബിലി തുടങ്ങിയപ്പോൾ വിചാരിച്ചു ഒരു വർഷം ഡയാലിസിസ് സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ 8 വർഷം കഴിഞ്ഞു. എല്ലാ ഡയാലിസിസും അവിടുത്തെ 10 മെഷീൻസ്, 30 ഡയാലിസിസ്, 3 ഷിഫ്റ്റ്, 30 ഡയാലിസിസ് സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. കത്തീഡ്രൽ ഇടവയുടെ കീഴിൽ ഡയബറ്റീസ് സെൻ്ററിൽ 12 ഡയാലിസിസ് എല്ലാ ദിവസവും സൗജന്യമായിട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട്. മേലടൂർ ഒരു കൊച്ചു ഹോസ്പിറ്റൽ കഴിഞ്ഞ പ്രാവശ്യം പോപ്പുലർ മിഷൻ്റെ ഞാൻ അവിടെ വെച്ചായിരുന്നു. അവിടെ ഒരു കൊച്ചു ഹോസ്പിറ്റലുണ്ട്. എല്ലാ ദിവസവും 60ഓളം രോഗികൾക്ക് അവിടെ ഡോക്ടറുണ്ട്. മെഡിസിൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നു, ലാബ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. 60ഓളം രോഗികൾക്ക് എല്ലാ ദിവസവും സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുക. എന്തിനാ അത് ചെയ്യണേ? പേര് കിട്ടാനോ പെരുമ കിട്ടാനോ അല്ല. ദ ലവ് ഓഫ് ഗോഡ് കമ്പൽസ് അസ്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായിട്ട് നിർബന്ധിക്കുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ചൈതന്യം അതാ. അവരെല്ലാവരും പട്ടിണി കിടക്കുന്നവരുണ്ടായിരുന്നില്ല. അവരെല്ലാവരും രോഗികളായിട്ട് ആരും തിരിഞ്ഞു നോക്കാൻ പറ്റാത്തവരുണ്ടായിരുന്നിട്ടില്ല. ഉള്ളത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മൾ അതിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ നമ്മുടെ ഇടവകയിൽ മദ്യപാനത്തിന് അടിമകളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ ശുശ്രൂഷിക്കാനായിട്ട്, അവരെ ചികിത്സിക്കാനായിട്ട് അതൊരു ചാരിറ്റി ആയിട്ട് കരുതുന്ന ആ കുടുംബം, ഒരു മദ്യപാനി രക്ഷപ്പെട്ട ഒരു കുടുംബം രക്ഷപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ യുവാക്കൾ ഇന്ന് MDMA ഒക്കെ, പണ്ട് ഞാൻ ഈ MDMA എന്നൊക്കെ കേട്ടപ്പോൾ വിചാരിച്ചു ഇതല്ലേ MBBS കഴിഞ്ഞിട്ട് അടുത്ത ഡിഗ്രി ആയിരിക്കുമെന്ന്.
പിന്നെയല്ലേ മനസ്സിലായി ഏറ്റവും മാരകമായിട്ടുള്ള മയക്കുമരുന്നാണെന്ന്. ഈ മയക്കുമരുന്ന് കഴിച്ചിട്ട് ആരോഗ്യവും മനസ്സും ശരീരവും ഒക്കെ തളർന്നു കിടക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ബുദ്ധി നശിക്കുന്നു, മനസ്സ്, ഹൃദയം നശിക്കുന്നു. ജീവിതത്തിൽ ദിശാബോധമില്ലാതെ ഒരു പ്രത്യാശയില്ലാതെ ആത്മഹത്യയിലേക്കൊക്കെ തിരിയുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ദയവായിട്ട് ഇപ്രകാരമുള്ള മയക്കുമരുന്നിനും ലഹരിക്കും അടിമകളാകുന്നവരെ ചികിത്സിക്കണം. അവരെ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകണം. അതൊരു രോഗമായിട്ട് മാറിയിട്ടുണ്ടാവും. ഇത് തുടങ്ങുന്ന എവിടെ വെച്ചാണെന്ന് നിങ്ങൾ മറക്കരുത്. കല്യാണങ്ങൾക്കും മറ്റാഘോഷങ്ങൾക്കും മദ്യം വിളമ്പുന്ന വഴിയായിട്ടാണ്. അതാദ്യമേ നിർത്തലാക്കണം. പ്രിയമുള്ളവരെ, നല്ല ക്രൈസ്തവ ചൈതന്യം നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. കരളിൽ നല്ല കനൽ, കാലിൽ നല്ല ചിറക്, കണ്ണിൽ നല്ല കനിവ്, കയ്യിൽ നല്ല നന്മ, നാവിൽ നല്ല സത്യവുമായിട്ട് ക്രിസ്തു സാക്ഷ്യം വഹിക്കുന്ന നല്ല ക്രൈസ്തവരായിട്ട് വളരാൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഞാൻ ദൈവാനുഗ്രഹം നേരുന്നു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും ഹൃദയം കൊണ്ട് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, ഈ മതിലകം ഇടവകയെയും ഇടവക ജനത്തെയും എൻ്റെ വികാരിയച്ഛനെയും ഇവിടുത്തെ സമർപ്പിതരെയും ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് നേതൃത്വം കൊടുത്ത തോമസ് അച്ഛനെയും അച്ഛനോടൊപ്പമുള്ള എല്ലാ ടീം അംഗങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. ഇനിയും ധാരാളം പേരിലേക്ക് വചനം എത്തിക്കുവാനും ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ വചനം അവർക്ക് പ്രകാശം നൽകുവാനും ഇടവരുത്തണമേ. കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള കരത്തിങ്കിൽ താഴ്മയോടെ നിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. ഇടവ സമൂഹത്തെ മുഴുവനും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഉത്കണ്ഠകളെല്ലാം അവിടത്തേക്ക് സമർപ്പിക്കാനും അവിടുന്ന് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണെന്നുള്ള ബോധ്യത്തോടുകൂടെ വർത്തിക്കാനും ഇടവ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളുന്നുള്ള ബോധ്യത്തോടുകൂടെ ജീവിതത്തെ ക്രമീകരിക്കാൻ അനുഗ്രഹിക്കണമേ. ദൈവത്തിൽ ആശ്രയിക്കാൻ, പ്രാർത്ഥനയിൽ കരുത്ത് കണ്ടെത്തുവാൻ, വിശ്വസ്തയോടുകൂടെ ജീവിക്കാൻ, പരസ്പരം ക്ഷമിക്കാൻ, ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവും നിർവഹിക്കാൻ, മറ്റുള്ളവരോട് കാരുണ്യത്തോടുകൂടെ പെരുമാറുവാൻ കർത്താവിയുടെ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. അമ്മേ, മാതാവേ, ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യത്തിലൂടെ അൾത്താരയിലേക്ക് കടന്നു വരുന്ന സമയം നമ്മൾ ഈശോയെ സ്വീകരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ബലിപീഠത്തിലായിരുന്നു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ, നമ്മളെ ശക്തിപ്പെടുത്താൻ, നമുക്ക് ലഭിച്ച ചൈതന്യത്തെ ഉജ്ജ്വലിപ്പിക്കുവാൻ അവിടുന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വരികയാണ്. എൻ്റെ കർത്താവേ, നൽകപ്പെട്ട ദൈവീക ചൈതന്യത്തെ ഓർത്ത് നന്ദി പറയും. ജീവിതാന്തസ്സിനടുത്ത ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാനുള്ള കൃപയായി അങ്ങ് ഞങ്ങളിലേക്ക് വരണമേ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യ ശക്തിക്ക് നമ്മളെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനേ കാടും നീ വലിയതാണെനിക്ക്. പാടി പ്രാർത്ഥിക്കാം.
എൻ ജീവനെ കാളും നീ വലിയതാണെനിക്ക്. എന്റെ യേശുവേ, ആരാധന, കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി. ആരാധന, 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 പാടി പ്രാർത്ഥിക്കാം. ആരാധന, 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 എല്ലാവരും ചേർന്ന് ആരാധന, 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 ആരാധന. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്ക്. എന്നിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒന്ന് മനസ്സിലൂടെ കടന്നു പോകട്ടെ. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, നിങ്ങളുടെ ചുറ്റുപാടുകൾ, നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ, നിങ്ങളുടെ ജീവിത പങ്കാളി, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ വരുമാന മാർഗങ്ങൾ, ജോലി, സമ്പത്ത്, ആരോഗ്യം, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ബലഹീനതകൾ, നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ കഴിവുകേടുകൾ, പാപശീലങ്ങൾ എന്തൊക്കെയാട്ടെ ഉള്ളതെല്ലാം കൊണ്ടുവന്ന് ഈശോയുടെ മുന്നിൽ സമർപ്പിക്കുക. ഈ സമയത്ത് ഈ ആയിരിക്കുന്ന ചുറ്റുപാടിൽ ദൈവം നിനക്ക് ലഭിച്ചേക്കണ കൃപാവരങ്ങളെ ഒന്ന് ഉജ്ജ്വലിപ്പിക്കുക. വിശ്വസിച്ച് നിന്റെ കുടുംബത്തെ മുന്നോട്ട് നയിക്കാൻ, ഈ സാഹചര്യങ്ങൾ മാറിപ്പോകാനൊന്നും നീ പ്രാർത്ഥിക്കണ്ട, ഈ ചുറ്റുപാട് മാറാനും നീ പ്രാർത്ഥിക്കണ്ട. ദൈവം ചോദിക്കണത് ഈ ചുറ്റുപാടിൻ്റെ ഉള്ളിൽ, ഈ സാഹചര്യത്തിൻ്റെ ഉള്ളിൽ നിന്റെ ജീവിതത്തെ നിനക്ക് വിജയിപ്പിച്ച് കാണിക്കാമോ? അതിനുള്ള ചൈതന്യം നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. ഉജ്ജ്വലിപ്പിച്ചാൽ മാത്രം മതി. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ സകല മേഖലകളിലേക്കും പരിശുദ്ധാത്മ ശക്തി ഒഴുകട്ടെ. പ്രാർത്ഥിച്ചേ, എൻ്റെ കുടുംബത്തിൻ്റെ സകല മേഖലകളിലേക്കും പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ സകല ഇടങ്ങളിലേക്കും, എൻ്റെ സകല ഉത്തരവാദിത്തങ്ങളിലേക്കും, ഞാൻ ചെയ്തു തീർക്കേണ്ട സകല കാര്യങ്ങളിലേക്കും, എൻ്റെ സകല ബന്ധങ്ങളിലേക്കും പരിശുദ്ധാത്മ ശക്തി ഈ സമയത്ത് നിർഗളിക്കട്ടെ. ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ, ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് അവർ സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം ഇതാ ഈ സമയത്ത് നമ്മളെ വിളിക്കുകയാ. ഇതാ നിനക്കാവശ്യമായ ജീവജലം, നിനക്കാവശ്യമായ ദാഹജലം, നിനക്കാവശ്യമായ പരിശുദ്ധാത്മ നിറവ്, നിനക്കാവശ്യമായ കൃപാവരത്തിന്റെ സമൃദ്ധി, നിനക്കാവശ്യമായ ദൈവിക ചൈതന്യം ഈ രാത്രിയുടെ സമയത്ത് ദൈവം നിനക്ക് ജ്വലിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുകയാ. കണ്ണുകളടച്ചേ, കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചേ, പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എന്നെ തൊടണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ കുടുംബത്തെ തൊടണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ബന്ധങ്ങളെ സ്പർശിക്കണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ ഉത്തരവാദിത്തങ്ങളെ ആശീർവദിക്കണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ തലമുറയെ തൊടണമേ. പ്രാർത്ഥിച്ചേ, ഇത് കൃപയുടെ സമയമാണ്, ഇത് അഭിഷേകത്തിന് സമയമാണ്. വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഈ ജനത്തിന്റെ മേൽ ആവസിക്കണേന്ന് ഗാനത്തോടൊപ്പം ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയ. ദാഹിച്ചോ, പ്രാർത്ഥിച്ചോ, ശിരസ് മുതൽ ഉള്ളംകാല് വരെ, ശരീരവും മനസ്സും ആത്മാവും മുഴുവൻ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തട്ടെ. ഒരായുസ്സിന് വേണ്ട കൃപാവരം നിന്റെ കുടുംബത്തിന്റെ നാളെ മുതലുള്ള ജീവിതത്തിന്, നിന്റെ ഉത്തരവാദിത്തങ്ങളുടെ ഭാവിയിലെ വളർച്ചയ്ക്ക് ആവശ്യമായ പരിശുദ്ധാത്മവരം, കൃപാവര സമൃദ്ധി ഇതാ ഈ ശുശ്രൂഷയില് പരിശുദ്ധാത്മാവ് നിനക്ക് നിറച്ചു തരുക. വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോ, വിശ്വസിച്ചോ, പ്രാർത്ഥിച്ചോ. ഗാനത്തോടൊപ്പം ചേർന്ന് പരിശുദ്ധാത്മാവേ അതിനുള്ള കൃപാവരം നീ എനിക്ക് തരണേ, എന്നെ ശക്തിപ്പെടുത്തണേ. പ്രാർത്ഥിക്കാം, നമുക്ക് ദാഹിക്കാം. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിൽ ഉണരാ കൃപ നീ ചൊരിയണമേ. പഠിക്കേ, പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിൽ ഉണരാ, പുതിയൊരു ശക്തിയിൽ ഉണരാ കൃപ നീ ചൊരിയണമേ. ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പഠിക്കേ, പഠിക്കേ. പരിശുദ്ധാത്മാവേ എന്നിൽ
നിറഞ്ഞു കവിയണമേ ഓ പരിശുദ്ധാത്മാവേ, യോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയതുപോലെ പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. പഠിക്കേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറഞ്ഞ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പഠിക്കേ. കൈകൾ രണ്ട് ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് ഞങ്ങൾ വൈദികർ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കൈകൾ ശിരസിന് മുകളിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചോ. പൗരോഹിത്യം വഴി ഞങ്ങൾക്ക് ലഭിച്ച അഭിഷേകത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശിരസ് മുതൽ ഉള്ളം കാല് വരെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. ശരീരവും മനസ്സും ആത്മാവും അഭിഷേകത്താൽ പൊതിയട്ടെ. നിങ്ങളുടെ ഇടവക ജീവിതത്തിന്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് ആവശ്യമായ പരിശുദ്ധാത്മ കൃപാവരങ്ങൾ ഈ സമയത്ത് നിങ്ങളിൽ ആവസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മർക്കോസിന്റെ മാളികയില് അപ്പസ്തോലന്മാരുടെ മേല്, പരിശുദ്ധ അമ്മയുടെ മേല് തീനാവുകളായിട്ട് പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് ജോർദാൻ നദിയില് യേശുവിന്റെ മേല് മാടപ്രാവായിട്ട് പറന്നിറങ്ങിയ പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളുടെ മേൽ ആവസിക്കട്ടെ, നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളില്, നിങ്ങളുടെ ചുറ്റുപാടുകളില്, നിങ്ങളുടെ സാഹചര്യങ്ങളില് പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. അവിടുത്തെ അഭിഷേകം നിങ്ങളെ പൊതിയട്ടെ. അവിടുത്തെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. നിങ്ങളുടെ മക്കളിലേക്ക്, നിങ്ങളുടെ തലമുറയിലേക്ക്, നിങ്ങളുടെ കുടുംബ യൂണിറ്റിലേക്ക്, നിങ്ങളുടെ ഇടവക സമൂഹത്തിലേക്ക്, നിങ്ങളുടെ നാട്ടിലേക്ക് പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ, ആമേൻ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദിവികാരൻ ഈശോ അൾത്താര വിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് വരിക. കൈകളെടുത്തോ, ശിരസിലുള്ള കൈകളെടുത്തോ. ദിവികാരൻ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണിത്. പ്രാർത്ഥിച്ചോ, വിശ്വസിച്ചോ. ഈശോ കടന്നു വരുന്ന വഴികൾ ഈശോ നമ്മളെ അനുഗ്രഹിക്കും. അവിടെ നമ്മളെ ശക്തിപ്പെടുത്തും. അവിടുത്തെ കൃപാവരം നമ്മുടെ മേലെ നിറയുക. കരങ്ങൾ കൂപ്പിക്കേ, കണ്ണു തുറന്ന് ഈശോയെ നോക്കിക്കേ. കരങ്ങൾ കൂപ്പിക്കേ, കണ്ണു തുറന്ന് ഈശോയെ നോക്കിക്കേ. ഈ ദിവ്യകാരുണ്യ പ്രത്യക്ഷ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയൊരു സങ്കടം നിയോഗമായിട്ട് വെക്കാൻ പോകുക. ഏറ്റവും വലിയ സങ്കടം ഓർത്തെടുത്ത്, എന്താണോ നിങ്ങളുടെ കുടുംബത്തിന്റെ ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല, ഇത് പാഴായി പോകില്ല കേട്ടോ. ഇത് പാഴായി പോകില്ല. നീ വിശ്വസിച്ചോ, ഇത് പാഴായി പോകില്ല. വിശ്വസിച്ച് ഏറ്റവും ആവശ്യമായ ഒരു മേഖല ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക. എന്നിട്ട് നമ്മൾ ഈ ദിവ്യകാരുണ്യ പ്രത്യക്ഷത്തിന്റെ ഭാഗമായിട്ട് മാറുക. ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ഈശോയെ സ്വീകരിച്ച് ആ ശക്തിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചോ. ഒരു കുടുംബത്തിന് ആവശ്യമായതെല്ലാം തരും. വരുന്നുണ്ട്, വരുന്നുണ്ട്, എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്, എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. കൈകളടിച്ച് വരുന്നുണ്ട്, വരുന്നുണ്ട്, എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. കുരുടരു കാഴ്ച ലഭിച്ചതുപോലെ സൗഖ്യം വരുന്നുണ്ട്. കുരുടരു കാഴ്ച ലഭിച്ചതുപോലെ സൗഖ്യം വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്, എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. വരുന്നുണ്ട്, വരുന്നുണ്ട്, എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. ഏലിയാവിനപ്പം ലഭിച്ചതുപോലെ ആഹാരം വരുന്നുണ്ട്. എന്റെ അനുഗ്രഹം വരുന്നുണ്ട്. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശുവേ, യേശുവേ, ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ജോമോൻ, മതിലകട അംഗമാണ്. KCYM സംഘടനയെ പ്രതിനിധീകരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. അതിലെ ഓരോ ശുശ്രൂഷകളും വളരെ ഹൃദയസ്പർശിയായിരുന്നു. അതുപോലെ തന്നെ മരണാനുഭവ ശുശ്രൂഷ എനിക്ക് വളരെ ഇതായി തോന്നി. കുംസാരത്തെക്കുറിച്ചും വളരെ വലിയൊരു അറിവ് തന്നെ ഞങ്ങൾക്ക് ഈ ധ്യാനത്തിലൂടെ കിട്ടാൻ സാധിച്ചു. ഈ ധ്യാനം നടത്താൻ മുൻകൈയെടുത്ത ഞങ്ങളുടെ വികാരി അച്ഛനും തോമസ് അർക്കൽ അച്ഛനും യുവജനങ്ങളുടെ പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിസ്മോൻ. എനിക്ക് ഈ ധ്യാനത്തിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടത് മാമോയിസ വ്രത നവീകരണ ശുശ്രൂഷയായിരുന്നു. അതിലെല്ലാവരും തിരി തെളിയിച്ച് ഉയർത്തിപ്പിടിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന അനുഭവമാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പേര് ജൂലിയ. ഞാൻ മതിലകം സെൻറ്റ് ജോസഫ് ഇടവകയിലെ ഒരു അംഗമാണ്. ഇതെല്ലാം ഞങ്ങളുടെ ഇടവകയിലെ യുവജനങ്ങളാണ്. ഇവരെ പ്രതിനിധീകരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ 5ാമത്തെ ദിവസമാണ് ഇന്ന്. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ധ്യാനം കൂടുന്നത്. ധ്യാനത്തിലെ പല ക്ലാസ്സുകളും നമുക്ക് വളരെ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ട്. നമ്മളുടെ പേഴ്സണലായിട്ടുള്ള ഇൻഡിവിജ്വലി പറയുകയാണെങ്കിൽ നമ്മളുടെ സ്വഭാവ രൂപീകരണത്തിനും വളരെയധികം പല ക്ലാസ്സുകളും വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം നടക്കാൻ പോവാണ്. അപ്പോൾ അതിന് തൊട്ട് മുന്നോടിയായിട്ട് ഇങ്ങനൊരു ധ്യാനം ഞങ്ങളുടെ ഇടവകയിൽ വന്നതിൽ അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എല്ലാ ശുശ്രൂഷകളും എനിക്ക് ഒരുപോലെ ഇഷ്ടപ്പെട്ടു. അതിൽ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഇന്ന് ഒരു ശുശ്രൂഷ നടന്നിരുന്നു. അത് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നി. ഇങ്ങനെ ഒരു ധ്യാനം ഈ ഇടവകയിൽ നടത്തി തന്നതിന് ആദ്യം തന്നെ ഞങ്ങളുടെ വികാരിച്ചനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ധ്യാനം നടത്തിയ തോമസ് അച്ഛനും ഒരുപാട് ഞങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞങ്ങളുടെ ഇടവകയുടെ പേരിലും നന്ദി പറയുന്നു.